السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بكلمات الله التامات من شر ما خلق بسم الله بابنا تبارك حيطاننا ياسين سقفنا كاف ها يا عين صاد كفايتنا حميم عين سين قاف حمايتنا فسيكفيكهم الله وهو السميع العليم. സമാദരണീയനായ അധ്യക്ഷൻ SKSSFന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഷരീഫ് നിസാമി അവറുകളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഷാജഹാൻ ദാരിമി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഖുതബാഇന്റെ ജില്ലാ സെക്രട്ടറി സിദ്ദീഖ് ഫൈസി, സുന്നി യുവജന സംഘത്തിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാനവാസ് മാസ്റ്റർ, വേദിയിലുള്ള SKSFന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് റാസി ബാക്കവി, മറ്റു ബഹുമാന്യങ്ങളായ നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, രാഷ്ട്രരക്ഷക സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യജാലികയുടെ ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ വീണ്ടും കടന്നു വന്ന ഈ സുദിനത്തിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും നടക്കുന്ന മനുഷ്യജാലിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഈ വിഴിഞ്ഞം കേന്ദ്രമായി സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറെ ശ്രേഷ്ഠകരമായ ഈ സദസ്സിന്റെ മുമ്പിൽ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറഞ്ഞ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാജ്യത്താകമാനം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോഴും ജീവിക്കാനുള്ള വഴി തേടിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സത്തയും സ്വത്തും നിലനിർത്തുന്ന പ്രിയപ്പെട്ട കർഷക സംഘം അതിശക്തമായ സമരത്തിന്റെ പോർക്കളത്തിൽ ഡൽഹി നഗരിയിൽ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ SKSFന്റെ മനുഷ്യജാലിക ആ സമരത്തോട് ഐക്യദാർഢ്യപ്പെടുന്നു എന്ന ചിന്തനീയമായ സംഗതിയുമായി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നിലനിൽപ്പിന് വേണ്ടി കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സന്ദേശത്തിലൂടെയാണ് വർത്തമാന ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് വർഗീയതയും വിഭജനവും വിവേചനവും തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ
ശത്രുതാപരമായി രാജ്യത്തിന്റെ ജനങ്ങളെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടിസ്ഥാനപരമായ മോചനത്തിന് വേണ്ടി രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സമരം നടക്കുമ്പോൾ കണ്ടില്ലെന്നടിക്കാനുള്ള റോമാപട്ടണം കത്തിയെരിയുമ്പോൾ വീണ വായിച്ചിരുന്ന നീറോ ചക്രവർത്തിയെ അനുസ്മരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയായ അമിത്ഷയും ഏകാധിപതികളെ പോലെ ഞങ്ങൾ ഏത് സമരത്തെയും പരിഗണിക്കില്ല എന്ന ദാർഢ്യതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവകാശ സമരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്നും നിലകൊള്ളുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് ഡൽഹി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ റിപ്പബ്ലിക് ദിനത്തിലും സമരത്തിന്റെ പോർക്കളം സൃഷ്ടിക്കേണ്ടി വന്നത് മോഡി സർക്കാർ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങളാണെങ്കിൽ ഇന്ത്യയുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം ഒറ്റക്കെട്ടായി പരിവാര സംഘത്തിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെ വരും നാളുകളിൽ കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് വരിക തന്നെ ചെയ്യുമെന്ന സന്ദേശമാണ് സമകാലിക സമരം നടത്തുന്നത്. ഷഹീൻബാഗ് സമരം വീണ്ടും ശക്തിപ്പെടേണ്ടി വരുമെന്നതിന്റെ സൂചനയാണ് നാളുകൾ കഴിയുമ്പോഴും നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പൗരത്വ നിയമം അടിച്ചേൽപ്പിക്കുന്ന തുടർച്ച ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ വലിയ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിമീങ്ങൾ രാജ്യത്ത് നിലകൊള്ളേണ്ടവരല്ല എന്ന ധാരണയിൽ തുടച്ചു നീക്കുന്ന ചില പ്രക്രിയകളുടെ നിയമങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് വരുമ്പോൾ മുസ്ലിം ജനവിഭാഗം മാത്രമല്ല മതേതര ഇന്ത്യ തന്നെ ഈ വർഗീയ ചേരിതിരിവുകൾക്കെതിരെയുള്ള സമരങ്ങൾ നടത്തുകയാണ്. എല്ലാ വർഷവും SKSF നടത്തുന്ന മനുഷ്യജാതികളുടെ പ്രമേയം രാഷ്ട്രരക്ഷക സൗഹൃദത്തിന്റെ കരുതൽ എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയുന്നവരും അതിന്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആണിക്കല്ല് അതിന്റെ മതേതരത്വവും അതിന്റെ ജനാധിപത്യ സംവിധാനവുമാണ്. 1947 ഓഗസ്റ്റ് 14-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി അർദ്ധരാത്രിയിൽ പ്രഖ്യാപനം വന്നപ്പോൾ ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് താറ്റിക്കെട്ടുകയും ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത നിമിഷം കുറിക്കപ്പെട്ടതിന് ശേഷം ഒരുപാട് ഭരണകൂടങ്ങൾ നമ്മുടെ രാജ്യത്ത് കടന്നു വന്നെങ്കിലും ജനാധിപത്യ സംവിധാനവും മതനിരപേക്ഷ സംവിധാനവും ഒക്കെ ഉയർത്തിക്കാണിക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ ഇന്ന് ഭാരതത്തിന്റെ മുമ്പിൽ ലോകത്തിന് മുമ്പിൽ ഭാരതത്തിന് ഒരു മതേതരത്വം ഉണ്ടെന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ മതാധിഷ്ഠിതമെന്ന അല്ലെങ്കിൽ ഏകാധിപത്യ നിലപാടുകളുമായി ഗവൺമെന്റ് അതിന്റെ രൗദ്രതയിലൂടെ ഇന്ന് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വീണ്ടും ഒരു റിപ്പബ്ലിക് ദിനം നമ്മിലേക്ക് കടന്നു വരുന്നത്. ഭാരതത്തിന്റെ ഒരു നാളുകൾ 7 പതിറ്റാണ്ട് കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോഴും പൊട്ടുംപൊളിയും ഉടന്തും പിച്ചവെക്കലുകളുമൊക്കെ മതേതരത്വത്തിന് പലപ്പോഴും സംഭവിച്ചെങ്കിലും ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചത് അതിന്റെ ജനാധിപത്യ മതേതര സുന്ദരമായിരിക്കുന്ന മുഖമായിരുന്നെങ്കിൽ ഇന്ന് ആ മതേതരത്വം തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വസ്തുതാപരം. ഞാനും എന്റെ കെട്ടിയവളെ തട്ടാനും മാത്രം ഈ ഭാരതത്തിൽ ജീവിച്ചാൽ മതി, ഞങ്ങൾ മാത്രമാണ് ഭാരതത്തിന്റെ അവകാശികൾ എന്ന വ്യാജേന രാജ്യത്താകമാനം വർഗീയതയുടെ നിറച്ചാർത്തുമായി ന്യൂനപക്ഷ ധ്വംസനവും ദളിത് വേട്ടയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരം ഞങ്ങളുടെ കയ്യിലാണെന്ന് അവകാശപ്പെടുന്നവരുടെ മുമ്പിൽ കേവലം ഇന്ത്യ രാജ്യത്തെ 37% ജനങ്ങളുടെ പിന്തുണ മാത്രമേ ഉള്ളൂ എന്നവർ തിരിച്ചറിയേണ്ടതുണ്ട്.
ബഹുസ്വര രാജ്യത്തെ മതേതര സംഘടനകളൊക്കെ പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് മാത്രം ന്യൂനപക്ഷമാകുന്ന 37% പിന്തുണക്കുന്ന സംഘപരിവാർ അധികാരം വാഴുന്നു എന്നല്ലാതെ 63% ജനങ്ങളും നരേന്ദ്രമോദിക്ക് അനുകൂലമല്ല എന്ന സംഘപരിവാരത്തിന്റെ ഭരണകൂടത്തോട് പൊരുത്തപ്പെടാൻ സാധ്യമല്ല എന്ന വലിയ സന്ദേശമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കാണിച്ചതെങ്കിൽ പരിവാറിന്റെ പ്രതിപക്ഷമാണ് മഹാഭൂരിപക്ഷമെന്ന് തിരിച്ചവർക്കുണ്ടാവണമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലും ഉയർന്നു വരുന്ന മതേതരത്വത്തിന്റെ പ്രതിഷേധം ഇന്ത്യക്കാകമാനം പ്രതിഷേധിക്കേണ്ട അലയടിക്കേണ്ട പ്രതിഷേധം ഒരുപക്ഷെ കണ്ടില്ലെന്നാണ് മോദി സർക്കാർ മനസ്സിലാക്കുന്നതെങ്കിൽ കർഷക സമരങ്ങളുടെ മുമ്പിൽ കാലിടർ വീഴാനുള്ള ഭയപ്പാടോടുകൂടിയാണ് മോദി തന്റെ അധികാരത്തെ നിലനിർത്തുന്നത് എന്ന തിരിച്ചറിവോടുകൂടി ആളിപ്പടരാവുന്ന തുടർന്നുള്ള സമരങ്ങളുടെ മുമ്പിൽ രാജ്യത്തെ സകല ന്യൂനപക്ഷ മതവിഭാഗങ്ങളും കർഷക സമൂഹവും ഒരുമിച്ചിരുന്ന സമരത്തെ ഇനി കാണാനിരിക്കുന്നേയുള്ളൂ എന്നുള്ള സൂചന കൂടി ഈ മനുഷ്യജാലികളുടെ ഞങ്ങൾ നൽകുകയാണ്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വലിയ സന്ദേശം മോദിയുടെ ഏറ്റവും വലിയ തലവേദനയായ മതസൗഹാർദ്ദമാണ്. സംഘപരിവാർ ഏറ്റവും കൂടുതൽ ഭയപ്പാടോട് കാണുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ശേഷവും സ്വാതന്ത്ര്യത്തിന്റെ മുമ്പും രൂപപ്പെട്ട ഇന്ത്യയുടെ അടിസ്ഥാനമാകുന്ന സൗഹൃദമാണ്. ബഹുസ്വരതയുടെ ഈ നാട്ടിലെ സൗഹൃദത്തെ മോദി ഭയപ്പെടുന്നുണ്ട് എന്നത് തീർച്ചയാണ്. ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കരുതിക്കൂട്ടിയുള്ള പ്രഖ്യാപനങ്ങൾ നാളുകളോളമായി മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയപരമായും മതപരമായും മനുഷ്യരുടെ വിഭാഗീയതകൾ ഉണ്ടാക്കുന്നവർ കുടില തന്ത്രങ്ങളും രാജ്യത്തെ വിലക്കെടുക്കാവുന്ന സമ്പന്ന വർഗങ്ങളെയും അവരുടെ കാൽക്കീഴിലാക്കിക്കൊണ്ട് ഈ നാടിനെ മുഴുവനും വിലക്കെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. നമ്മൾ കാണേണ്ടത് ഈ രാജ്യത്ത് ഇസ്ലാമോഫിയെ പ്രചരിപ്പിക്കുന്നത് എത്രമാത്രം ശക്തമാണ് എന്ന അപകടകരമായിരിക്കുന്ന സമൂഹമാണ്. മുസ്ലിം രാജ്യത്ത് നിലകൊള്ളേണ്ടവരല്ല എന്ന പ്രചരണം. നമ്മൾ ചോദിക്കുന്ന മുസ്ലിമീങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ പോർക്കളങ്ങൾ ഒരുപാട് സമരങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. രക്തരൂക്ഷിത വിപ്ലവവും രക്തരഹിത വിപ്ലവവും നടത്തി ഒട്ടേറെ സമരങ്ങളിലൂടെ നീണ്ട ചരിത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് സമര പോരാട്ടങ്ങളുടെ പിന്തുണച്ചതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ടായത്. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏതെങ്കിലും ഒരു പുൽക്കൊടി ബന്ധമെങ്കിലും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സംഘടനകൾക്കോ അവർ വിഭാവനം ചെയ്യുന്ന സംഘപരിവാർ വിഭാഗത്തിനോ ഉണ്ടായിരുന്നില്ല. ഇന്ന് വീരസവർക്കർ പട്ടം സ്വയമേധയാ സ്വീകരിച്ചുകൊണ്ടും സംഘപരിവാറിനാൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടും ചരിത്രത്തെ വക്രീകരിച്ചു കൊണ്ടുപോകുന്നവർ മറുപടി പറയേണ്ട പല മേഖലകളുമുണ്ട്. ഞങ്ങൾ എല്ലാവരോട് ചോദിക്കട്ടെ, മഹാത്മാഗാന്ധിയെ വെടിവെച്ചിട്ട് RSS, ബാബർ മസ്ജിദ് പൊളിച്ച RSS, ഗോവധ നിരോധനത്തിന്റെ പേരിൽ ബീഫ് നിരോധിച്ചുകൊണ്ട് രാജ്യത്താകമാനം വിധ്വംസക പ്രവർത്തനം നടത്തുന്ന RSS, വർഗീയതയുടെ ചേരിതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് മതങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയതയെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയതയുടെ പിന്തുണച്ചുകാർ ഞങ്ങൾ മാത്രമാണ് എന്ന മട്ടിൽ നാടാകെ ദേശീയതയെ വിളിച്ചു പറയുമ്പോ ഞങ്ങൾക്കെളിമയോടൊരു ചോദ്യമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏതെങ്കിലും ഒരു തട്ടിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സംഘപരിവാറിന് ബന്ധമുണ്ടായിരുന്നോ എന്ന് ഞങ്ങൾ സമര പോരാട്ടങ്ങൾ ഹിന്ദുക്കളെ കണ്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ടായിട്ടുണ്ട്. ഈ മതസൗഹാർദ്ദത്തോടുകൂടി ഇന്ത്യൻ ദേശീയതയെ ഉയർത്തി കാണിക്കാനും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കൊണ്ട് ഇന്ത്യ മോചിപ്പിക്കാനും സമരം നടത്തിയപ്പോ ഏതെങ്കിലും ഒരു സമര പോരാട്ടത്തിന്റെ രക്തസാക്ഷിത്വ പദവി രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് സമർത്ഥിക്കാനും പരാമർശിക്കാനും സാധിക്കുമോ? മാത്രമല്ല, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതിൽ മുന്നണിയിലുണ്ടായിരുന്നത് ഈ പരിവാർ സംഘത്തിന്റെ പ്രഗത്ഭ മുൻഗാമികളായ നേതാക്കന്മാരാണ്. ആൻഡമാൻ ജയിലിൽ അടക്കപ്പെട്ട സമയം സവർക്കർ
RSSന്റെ ജീവാത്മാവും പരമാത്മാവുമായ വീരപദവി സ്വയം ഭരിച്ചെടുത്ത സവർക്കർ ആൻഡമാൻ ജയിലിൽ വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ആവർത്തിച്ചുകൊണ്ട് എഴുതി കൊടുത്ത കത്തിൽ പറഞ്ഞത്, എന്നെയും എന്റെ കൂടെയുള്ളവരെയും വിട്ടയച്ചാൽ, ഈ ജയിലിൽ പാർപ്പിക്കപ്പെട്ട എന്നെയും എന്റെ കൂടെയുള്ളവരും ആൻഡമാൻ ജയിൽ തുറന്നു വിട്ടുകൊണ്ട് ഇന്ത്യൻ സ്വതന്ത്രമായി ജീവിക്കാൻ സമ്മതിച്ചാൽ, ശിഷ്ടകാലം മുഴുവനും ഞാനും എന്റെ കൂടെയുള്ളവരും ബ്രിട്ടീഷ് ഗവൺമെന്റിന് അനുകൂലമായി അവർ പറയുന്നത് പോലെ അനുസരിച്ചുകൊണ്ട് അവർക്ക് പാഠസേവ ചെയ്തുകൊണ്ട് ജീവിച്ചു കൊള്ളാം. ഞങ്ങൾ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കില്ല. ബ്രിട്ടന് തലവേദന ഉണ്ടാക്കുന്ന യാതൊന്നും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വിട്ടയക്കുകയും ഞങ്ങൾ ശിഷ്ടകാലത്ത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ നാടുകടത്തുന്നതിന്റെ പ്രക്രിയയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനോടൊപ്പം സഹകരിച്ചു കൊള്ളാമെന്ന് ചെയ്തുപോയ സകലമാന സമരത്തിന്റെ അപരാധങ്ങൾക്ക് മാപ്പ് എന്ന് ആവർത്തിച്ചുകൊണ്ട് എഴുതി കൊടുത്തുകൊണ്ട് മാപ്പെന്ന് അപ്പോസിഷൻ എഴുതി പഠിച്ച സവർക്കർ, ആ സവർക്കറാണ് ബ്രിട്ടന്റെ കൂട്ടുനാക്കി ആൻഡമാൻ ജയിൽ വിട്ടുകൊണ്ടിറങ്ങി വന്ന് ഇന്നത്തെ ദേശീയരുടെ RSSനെ രൂപകൽപ്പന ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചതെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു, ഇതാണോ ദേശീയത? ഇതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തെന്ന് പറയുന്നത്? മലബാറിന്റെ, ഏറനാടിന്റെ, വെള്ളവനാടിന്റെ മരമെടുക്കൽ മഴത്താൽ കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്, ആസ്വദിക്കുന്നത് മണ്ണിന്റെ ഗന്ധമല്ല, മാപ്പിള കൊടുത്ത ചോരയാണ്. വാലികളുടെ കുഞ്ഞഹമ്മദാജിയും ലവക്കുട്ടി മുന്നമൂസും അട്ടംകുടിക്കലും കുഞ്ഞിപ്പൊങ്കലും കുഞ്ഞിക്കാത്തും ആരുമുസ്ലിയാരും ചിന്തിയ ചോര, ആ ചോര ദത്തപുത്രന്റെ അവകാശത്തിന് വേണ്ടിയല്ല, ഏതെങ്കിലും രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയല്ല. ഈ നാട്ടിൽ പൊക്കിൽ കൊണ്ട് വീണിലിച്ചു ചേർന്ന മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അവകാശത്തിന് വേണ്ടി സമരം നടത്തിയവരായിരുന്നു ആ ധീരരക്ഷാഭിമാനികൾ. മലപ്പുറം കുന്നിൽ ബ്രിട്ടീഷുകാർ വെടിവെക്കാൻ വേണ്ടി വിധിച്ച സമയം വാലികളുടെ കുഞ്ഞഹമ്മദാജിയെ ചങ്ങലിൽ ബന്ധിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ കോടതിക്ക് മുമ്പാകെ, ജനകീയ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിക്കൊണ്ട് ചോദിച്ചു, ആജിയാർ നിങ്ങൾക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? വാലികളുടെ കുഞ്ഞഹമ്മദാജി പറഞ്ഞത്, നിങ്ങളെന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഞാൻ എന്റെ നാടിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഞാൻ ഹിന്ദുക്കൾക്കെതിരാണ് എന്നുള്ള പ്രചരണം നിങ്ങൾ നടത്തുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ മലബാറിന്റെ മലമടക്കുകളിൽ എവിടെയെങ്കിലും ഹിന്ദു സഹോദരന്മാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ കൂടെയുള്ളവരും അത് ഉത്തരവാദികളല്ല. ഞങ്ങളുടെ പ്രതിപക്ഷം ഹിന്ദുക്കളല്ല. ഞങ്ങൾ ഈ രാജ്യത്ത് മലയാള നാട് സ്ഥാപിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹിന്ദുക്കളോട് മുസ്ലിമീങ്ങളും സഹകരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഞാൻ എന്നും എക്കാലത്തും പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ ശത്രു ബ്രിട്ടീഷുകാർ, വെള്ളക്കാരായ നിങ്ങളാണ്. എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളുടെ ഇന്ത്യക്കാരെ പിടിച്ചുകൊണ്ടുപോയി വെടിവെക്കുന്നത് പിറകിൽ വെടിവെക്കുന്നവരാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ മലപ്പുറത്തിന്റെ കുന്നിന്റെ താഴ്വര വെച്ചുകൊണ്ട് നിങ്ങൾ വെടിവെച്ചു കൊല്ലുമ്പോ നിങ്ങൾ അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഞാൻ പറയുന്നു, എന്നെ നിങ്ങൾ വെടിവെക്കുന്ന സമയത്ത് പിറകു കൊണ്ട് വെടിവെക്കാൻ പാടില്ല, എന്റെ കണ്ണ് കെട്ടാൻ പാടില്ല. നിങ്ങളുടെ വടി കൊണ്ട് എന്റെ കണ്ണുകൊണ്ട് കണ്ട് എന്റെ നെഞ്ചിലേക്ക് തുറച്ച് കളയുന്നത് എനിക്ക് കാണണം. അഭിമാനത്തോടെ ഈ മണ്ണ് ചുമച്ചുകൊണ്ട് എനിക്ക് മരിച്ചു വീഴണം. അതുകൊണ്ട് നിങ്ങൾ എന്റെ കണ്ണ് കെട്ടരുത്, നിങ്ങൾ എന്നെ പിറകെന്ന് വെടിവെക്കരുത്. മഹാനായ വാലികളുടെ കുഞ്ഞഹമ്മദാജി കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് നേരെ മുൻഭാഗത്ത് തുറന്നു വെച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടക്കിരയായത്. ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ട കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് നെഞ്ചിലേറ്റുവാങ്ങി വീട് മരിച്ച വാലികളുടെ കുഞ്ഞഹമ്മദാജിയുടെ മക്കളെ, ബ്രിട്ടന്റെ ബുള്ളറ്റ് നാക്കിൽ നക്കിയെടുത്ത സവർക്കറുടെ മക്കള് ദേശീയത പഠിപ്പിക്കണ്ടായി എന്ന് കൃത്യമായി ഞങ്ങൾ പറയും. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതാരാ? ഹിന്ദുക്കൾ, മുസ്ലിമീങ്ങളും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്. ഒരുപാട് ദേശീയ സമരം നമ്മൾ കണ്ടതാണല്ലോ. ഒന്നല്ല, 500 വർഷത്തെ പഴക്കമുണ്ട് സമര പോരാട്ടങ്ങൾക്ക്. വാസ്കോ ഡി ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയ, കാപ്പാട് കപ്പലിറങ്ങിയ നാൾ മുതൽ ചെറുത്തുനിൽപ്പിന്റെ സമരം നമ്മുടെ രാജ്യത്ത് തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ സമരത്തിന്റെ പ്രവർത്തനത്തിലുണ്ടായത് നായന്മാരും മാപ്പിളമാരും ചേർന്ന് വെച്ചുള്ള സമരമാണ്. ആദ്യ സമരം നടത്തിയത് അന്ന് കേരളം ഭരിച്ച, മലബാർ ഭരിച്ച സാമൂതിരി മഹാരാജാവിന്റെ
കർമ്മം കൊണ്ടും സംഹാരം കൊണ്ടും ഹിന്ദുവാണ് മഹാനായ സാമൂതിരി മഹാരാജാവ്. സാമൂതിരി മഹാരാജാവ് ഇന്ത്യ ഭരിച്ച സമയത്ത് ഇന്ത്യ ലോകത്തിന് മുമ്പിൽ മുഴുവൻ പരിചയപ്പെടുത്തി കൊടുത്തത് മുസ്ലിങ്ങളായ അറബികളാണ്. മുസ്ലിം അറബികൾ ഈ രാജ്യത്തിന്റെ വാണിജ്യത്തെ ദേശീയവൽക്കരിക്കുകയും അന്തർദേശീയ തലത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഞങ്ങൾ ചോദിക്കട്ടെ, മുസ്ലിങ്ങൾ ചില സംഭാവന സംബന്ധിച്ച് RSSന്റെ മുമ്പിൽ പറയുമ്പോ ഏത് രാഷ്ട്രീയപരമായ സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉള്ളത്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കടന്നു വന്നവരല്ല. ഇവിടുത്തെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ചിന്തിക്കണം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കടന്നു വന്നവരല്ല. ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗമാകുന്ന മുസ്ലിങ്ങളും ദ്രാവിഡ വിഭാഗവും പിൽക്കാലഘട്ടത്തിലെ ദളിത് പീഡിത പിന്നോക്ക വിഭാഗക്കാരും ഈ നാടിന്റെ മക്കൾ തന്നെയാണ്. ആര്യ ബ്രാഹ്മണ്യമാകുന്ന സംഘപരിവാറിന്റെ പിൻഗാമികളാണ് ഈ ഇന്ത്യ രാജ്യത്തേക്ക് ചേക്കേറി അധിനിവേശത്തിലൂടെ കടന്നു വന്നതെങ്കിൽ ആദ്യത്തെ പൗരന്മാരായി ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ദ്രാവിഡന്മാരാണെങ്കിൽ അവിടെ വിശ്വാസം തൗഹീദായിരുന്നു എന്ന് ഋഗ്വേദം പഠിപ്പിക്കുന്നു. ഹിന്ദുമതത്തിന്റെ 4 വേദഗ്രന്ഥങ്ങളുണ്ട്. ഹൈന്ദവതയുടെ 4 വേദഗ്രന്ഥം ഹിന്ദുത്വത്തിന്റേതല്ല. ഹൈന്ദവരെ വിഭാവനം ചെയ്യുന്ന 4 വേദം ഋഗ്വേദം, സോമവേദം, അഥർവേദം, യജുർവേദം. ആ ഋഗ്വേദം എന്നത് ഇന്ത്യയുടെ ആദിമവാസികളുടെ വിശ്വാസപരമായ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നു, ഇന്ത്യയിലേക്ക് ആദ്യമായി കടന്നു വന്ന ദ്രാവിഡന്മാർ ഏകം ബ്രഹ്മം ബഹുധാവദന്തി, ദൈവം ഒരുവനാണ് എന്ന് വിശ്വസിച്ചവരാണ്. ഏകദൈവത്തെ ഇലാഹിനെ ചുഹത്തിനെ ബ്രഹ്മാവിനെ ഈശ്വരനെ ഗോഡിനെ ഒന്നാണ് എന്ന് വിശ്വസിച്ചവരായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി കടന്നു വന്നവർ എന്ന് പറയുമ്പോ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വം എന്നത് ഏകദ വിശ്വാസമാണെങ്കിൽ ആ ഏകദ വിശ്വാസത്തിന്റെ പൂർവികരാണ് ഇന്ത്യയിൽ കടന്നു വന്നവർ. ലോകത്ത് ആദ്യമായി കൊണ്ട് കാലുകുത്തിയതാരാണ്? ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ചരിത്രപരമായി പ്രഗത്ഭരായ ആളുകളുടെ ഗവേഷണത്തിലൂടെ അറിയാൻ സാധിക്കുന്ന വസ്തുതകൾ പഠനം നോക്കിക്കൊണ്ട് പറയുമ്പോഴും ആദിമവാസികളുടെ പൂർവികർ അതിന്റെ മുമ്പ് മനുഷ്യവംശാവലി ആരംഭിക്കുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെയാണ്. ആദം നബി അഭിമന്യ ഇന്ത്യയുടെ സിലോണിലേക്കാണ് ആദ്യമായി കൊണ്ട് കാലെടുത്ത് വെച്ചത്. സ്വർഗത്തിൽ കൊണ്ട് ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട് 40 തവണ മക്കയിലേക്ക് നടന്നു പോയിട്ടുണ്ട് ആദം അലൈഹിസ്സലാം എന്ന് ഫത്തുൽ ഖദീറിലും ഷേഖ് സാദയിലും ബൈലാമിയിലും ഒക്കെ തഫ്സീറുകൾ കൃത്യമായി തന്നെ പറയുന്നു. മക്കയിലേക്ക് ആദം നബി 40 വട്ടം നടന്നുപോയി. 40 വട്ടം നടന്നുപോയി എന്നതിന്റെ അർത്ഥം 39 തവണയും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു എന്നാണ് അതിന്റെ അർത്ഥം. 39 വട്ടം ഇന്ത്യയിലേക്ക് മടങ്ങി വരാനുള്ള കാരണം എന്താണ്? ആദം നബിയുടെ പാസ്പോർട്ടും ഐഡന്റിറ്റി കാർഡും ആധാറും റേഷൻ കാർഡും എല്ലാം ഇന്ത്യൻ കാർഡാണ്. ഇന്ത്യയുടെ ആദിമവാസി മുസ്ലിമാണ്. ഈ രാജ്യത്തേക്ക് ആദ്യമായി ഇന്ത്യയുടെ ഐഡന്റിറ്റിയുമായി കടന്നു വന്ന രാജ്യത്തിന്റെ പ്രഥമ മനുഷ്യൻ, ഇന്ത്യ രാജ്യത്തിന്റെ ആദ്യ മനുഷ്യൻ ഒരു മുസ്ലിമാണെങ്കിൽ മുസ്ലിമീങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പൊട്ടിൽപ്പടി ബന്ധമാണ്. ആ മുസ്ലിമികൾ ഇന്ത്യ വിട്ടുപോകണമെന്ന് പറയുന്നവർ ചരിത്രത്തോട് മറുപടി പറയണം. മുസ്ലിമീങ്ങളെ ഇസ്ലാമോഫോബി പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ചരിത്രത്തിന്റെ മുകളിൽ മറുപടി പറയണം. ഇന്ത്യയുടെ മുസ്ലിം ചക്രവർത്തിമാർ 800 കൊല്ലം ഭരിച്ചില്ലേ? 800 കൊല്ലം മുഗൾ ചക്രവർത്തിമാർ ഇന്ത്യ ഭരിച്ചു. അക്ബറും ഷേർഷയും ഉമയൂണും ഔറംഗസീബും തുടങ്ങി ബാബർ ചക്രവർത്തി മുതൽ ഉമയൂൺ ചക്രവർത്തി വരെയുള്ള ഔറംഗസീബ് അടക്കമുള്ള ബഹദൂർ ഷാ സഫർ വരെയുള്ള 800 കൊല്ലക്കാലം മുസ്ലിം ചക്രവർത്തിമാർ ഇന്ത്യ ഭരിച്ചപ്പോ ആ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു ചക്രവർത്തി ഒരു ദിവസം തീരുമാനിക്കുന്നു, നാളെ നേരം വെളുക്കുന്നതോടുകൂടി ഇന്ത്യ ഇസ്ലാമാകണം, ഈ രാജ്യം ഇസ്ലാമിക ഗവൺമെന്റ് ആവണം എന്നവർ പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ, എന്നവർ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അരുതെന്ന് പറയാൻ, വേണ്ടെന്ന് പറയാൻ, ഇസ്ലാമിക ഭരണം വേണ്ടെന്ന് പറയാൻ രാജ്യത്തെ ഒരു രജപുത്രനും വളർന്നിട്ടില്ല. രാജ്യത്തൊരു നാടുവാടി വളർന്നിട്ടില്ല. രാജ്യത്ത് ഒരുപാട് ജനവിഭാഗം, ഹൈന്ദവ ജനവിഭാഗം അന്ന് മുസ്ലിം സമുദായത്തിന്റെ ചക്രവർത്തിമാരായ ബാബറിനെയും ഹുമയൂണെയും ഷേർഷയെയും അക്ബറിനെയും ഔറംഗസീബിനെയും ബഹുമാനിച്ച് ആദരിച്ച് അവരെ പരിഗണിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. അവർ ഇസ്ലാമിന്റെ ഭരണം സ്ഥാപിച്ചാൽ അംഗീകരിക്കുകയെ അവർക്ക് നിർവാഹമുള്ളൂ.
പക്ഷേ അവരാരും ഒരു നിമിഷം പോലും ഈ രാജ്യം ഇസ്ലാമിക ഗവൺമെന്റ് ആകണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. നടക്കാത്തത് കൊണ്ടല്ല, നടക്കാൻ മാതൃകാഭരണം ലോകത്തില്ലാത്തത് കൊണ്ടല്ല. അറബി കേന്ദ്രമായ ഇസ്ലാമിക സാമ്രാജ്യമുണ്ട്. ഒരുപാട് ഹജ്ജാജ് ബിൻ യൂസുഫിനെ പോലുള്ളവർ മാലാദ്വീപ് വഴി ഇറാഖിൽ കൊണ്ട് ഇന്ത്യയിൽ വന്ന് പോയിട്ടുണ്ട്. അവിടേക്ക് ഇസ്ലാമിന്റെ ഗവൺമെന്റ് ആയിരുന്നിട്ടും ആ ഇസ്ലാമിക ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് സ്ഥാപിക്കണമെന്ന് 800 കൊല്ലക്കാലം മുസ്ലിം ചക്രവർത്തിമാരായ മുഗൾ ചക്രവർത്തിമാർ ആരും തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ ബഹുസ്വരതയുടെ മണ്ണാണ്. ഇന്ത്യ മതാധിഷ്ഠിത മണ്ണല്ല. ഇന്ത്യ ഒരു മതക്കാരെടുത്ത് മാത്രം അവകാശപ്പെട്ട മണ്ണല്ല എന്നന്നേ തിരിച്ചറിഞ്ഞത് മുസ്ലിം ഭരണകൂടമായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം നാമത്തിലുള്ള ചക്രവർത്തിമാരായിരുന്നു. അന്ന് ചോദ്യം ചെയ്യാൻ അമിത്ഷാ ഇല്ല, അന്ന് ചോദ്യം ചെയ്യാൻ നരേന്ദ്രമോദിയില്ല, അന്ന് ചോദ്യം ചെയ്യാൻ പ്രമേയം പാസ്സാക്കാനും നാഗ്പൂരിൽ RSS ഇല്ല, അന്ന് സംഘപരിവാരത്തിന്റെ ഒരു പുൽക്കടി പോലും പിറന്നിട്ടില്ല. ആ കാലത്ത് പോലും ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കാത്ത മുസ്ലിം ചക്രവർത്തിമാർ തീരുമാനിച്ചത് ഇത് മതാധിഷ്ഠിത മണ്ണല്ല, ഇത് സെക്യുലറിസത്തിന്റെ മണ്ണാണ്, ഇത് ബഹുസ്വരതയുടെ മണ്ണാണ്, ഇത് നാനാത്വത്തിൽ ഏകത്വത്തിന്റെ മണ്ണാണ്. ഈ മണ്ണ് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും സിഖിന്റെയും പാഴ്സിയുടെയും മണ്ണാണ്. ആ മണ്ണിൽ ഒരു മതത്തിന് മാത്രം ആധിപത്യം കൊടുക്കുന്നത് സാധ്യമല്ല. അതുകൊണ്ട് മുസ്ലിം ആധിപത്യം എന്ന് പറയുന്ന ഗവൺമെന്റ് സ്ഥാപിക്കാൻ മുഗൾ ചക്രവർത്തിമാർ തീരുമാനിച്ചിട്ടില്ല. അവർ അന്ന് ആ കാലഘട്ടത്തിൽ ദേശീയ സംഘടിതമായി ദേശവ്യാപകമായി ഇന്ത്യയുടെ വാണിജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമികമായി മുസ്ലിം ചക്രവർത്തിമാരുടെ വാഴുന്ന സമയത്ത് സാംസ്കാരികമായി ഇന്ത്യയിലെ ഉന്നതകളെ കൊണ്ടുപോയില്ലേ? വ്യാവസായികമായി ലോകത്തിന് ഇന്ത്യയെ പരിചയപ്പെടുത്തിയില്ലേ? മലബാറിന്റെ ഉൽപ്പന്നമായ ചുക്കും കുരുമുളകും ചോളവും ഏലക്കായും ഒക്കെ ലോക വിപണിയിലേക്ക് എത്തിച്ചത് മുസ്ലിങ്ങളാണ്. പണ്ട് ചരിത്രപരമായി കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ പരാമർശം അന്നേ ഉണ്ട്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കഫൂറ. നാളെ സ്വർഗ്ഗലോകത്തെ വെച്ചുകൊണ്ട് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം കർപ്പൂരത്താൽ നിറക്കപ്പെട്ട വെള്ളമാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു, വയസ്ഖൗന ഫീഹാ കഅസിൻ കാന മിസാജുഹാ സൻജബീല. ഇഞ്ചി നീരിനാലുള്ള വെള്ളം നാളെ സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് കുടിപ്പിക്കപ്പെടും. നാളെ സ്വർഗസ്ഥരായ ആളുകൾക്ക് സ്വർഗത്തിലെ കടന്നു വരുമ്പോ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം മലായിക്കത്ത് അവരെ കൈകിട്ട് കൊടുക്കുന്നത് ഒരു കോപ്പ് വെള്ളമാണ്. നമ്മൾ കല്യാണ സരസിൽ സൽക്കാര സരസിൽ ഒരു വീട്ടിൽ ആദ്യം ചെന്നാൽ കിട്ടുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ്. നല്ല തെളിനീർ വെള്ളം, നല്ല ഏറ്റവും നല്ല സുന്ദരമായ കുടിക്കാൻ ഉപയോഗപ്പെടുത്താവുന്ന ആ വീട്ടിൽ ഏറ്റവും നല്ല വെള്ളം. അതൊരു ആദിത്യ മര്യാദയാണ്. ഈ ആദിത്യ മര്യാദ അള്ളാഹു നാളെ സ്വർഗത്തിൽ വിശ്വാസികൾക്ക് കൊടുക്കും. ആദ്യം സ്വർഗസ്ഥരായ ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഇന്നൽ അബ്റാറ വയസ്ഖൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സൻജബീല. ഇഞ്ചിനീരിനാൽ ഉണ്ടാക്കപ്പെട്ട വെള്ളം അവർക്ക് കോപ്പകളിൽ കുടിപ്പിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ഈ സൻജബീൽ എന്ന ഇഞ്ചി ലോകത്ത് കേരളത്തിൽ മാത്രമുള്ള ഒരു ഉൽപ്പന്നമാണ്. ഇന്ത്യയുടെ മാത്രമുള്ള വരദാനമാണ് ഇഞ്ചി. ആ ഇഞ്ചി ലോക വിപണിയിൽ എത്തിക്കുന്നത് കൊണ്ടാണ് അറബികൾക്കും ഈജിപ്തുകാർക്കും സിറിയക്കാർക്കും ലോകത്തുള്ള സകല ജനങ്ങൾക്കും ഇഞ്ചി പ്രിയമായിരുന്നെങ്കിൽ ഇന്ത്യയുടെയും കേരളത്തിന്റെയും മലബാറിന്റെയും ഇട്ടാവട്ടത്ത് മാത്രം കറങ്ങിക്കൂടിയിരുന്ന ഈ ഇഞ്ചിയെ ലോക വിപണിയിലേക്ക് എത്തിച്ചത് മുസ്ലിം കച്ചവടക്കാരായിരുന്നു എന്ന് പറയുമ്പോ അത്രമാത്രം ഖുർആൻ സ്ഥാനം പിടിക്കാൻ വേണ്ടി കാരണമായിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിന്റെ ഉൽപ്പന്നമായി അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമല്ലേ ആ ദേശീയപരമായി ഈ വാണിജ്യത്തെ കൊണ്ടുവന്നത്? കുരുമുളക് ലോക വിപണിയിൽ എത്തിച്ചതാരാ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിണറ്റിൽ വെച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയ ഒരു സംഘം കച്ചവടക്കാർ. കൊച്ചുകുട്ടിയായ യൂസുഫ് നബിയെ ഒരു സംഘം കച്ചവടക്കാർ കിണറ്റിൽ കൊണ്ടെടുത്ത് അവർ ഈജിപ്തിന്റെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. ഈജിപ്തിന്റെ ചന്തയിൽ നിന്നുകൊണ്ട് അത് വാങ്ങി അസീസ് തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അസീസിന്റെ കൊട്ടാരം സുലൈഖയുടെ മണിയറ, പിന്നീട് ആ രാജ്യത്തിന്റെ ജയിലറ, തുടർന്നുകൊണ്ട് ആ രാജ്യത്തിന്റെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി, വീണ്ടും തുടർന്നുകൊണ്ട് ആ രാജ്യത്തിന്റെ ചക്രവർത്തി സിംഹാസനം. മാറ്റങ്ങളുടെയും വഴിത്തിരിവിന്റെയും ഉയർച്ചയുടെയും നവോത്ഥാനത്തിന്റെയും നാളുകൾ കണ്ടുമുട്ടിയ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഴിത്തിരിവ് ഒരു കിണറാണ്. ആ കിണറിൽ വെച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയതാണ് പ്രഗത്ഭനായ ഡോക്ടർ രാമകൃഷ്ണ റാവു. അദ്ദേഹത്തിന്റെ ലോക ചരിത്രം ക്രിസ്തുവിന് മുമ്പ് എന്ന പുസ്തകത്തിൽ
ആദ്യമായി ഈജിപ്തിന് മലബാറുമായി കേരളവുമായി ഇന്ത്യയുമായി ബന്ധമുണ്ടാക്കി. ആ ബന്ധം ലോകത്തെത്തിച്ചതാര. ഇനിയും നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ സംസ്കാരത്തിന്റെ വാസ്തുശില്പകലയിൽ മുസ്ലിമുകളുടെ പങ്ക് അപാരമല്ലേ? ഇന്നും നമ്മൾ കാണാൻ സാധിക്കുന്ന താജ്മഹലിന്റെ കോട്ടന്റെ അകത്ത് മറ്റൊരു ചെറിയ കോട്ടയുണ്ട്. ഇന്ത്യ ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ ബോർഡ്? ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സ്ഥാപിച്ച ബിൽഡിംഗ് ആണ് ഇത്. ഏത് നിമിഷം തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിസിറ്റേഴ്സ് ശ്രദ്ധിക്കണം. അതുകൊണ്ട് സന്ദർശകർ, ടൂറിസ്റ്റുകൾ ശ്രദ്ധിക്കണം. ഏത് നിമിഷവും ഈ ബിൽഡിംഗ് വീഴാം. ഇതെവിടെയാ ഉള്ളത്? താജ്മഹലിന്റെ കോട്ടനുള്ളിൽ. താജ്മഹലിന്റെ അകത്തുള്ള കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ആ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ചെറിയ ഉള്ളിലെ കോട്ട ഏത് നിമിഷവും തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോ ആ താജ്മഹൽ വീഴാൻ സാധ്യതയില്ല. താജ്മഹൽ അങ്ങനെ ഒരു ബോർഡില്ല. താജ്മഹൽ സുന്ദരമാണ്. ഞാൻ ചോദിക്കട്ടെ, എല്ലാവിധ അധിനിവേശത്തിന്റെയും അപ്പോസ്തലന്മാരായ സകലരും കണ്ട് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കോട്ട, ചെറിയ കോട്ട, അത് തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ അതിന് മുമ്പ് മുസ്ലിം ചക്രവർത്തിമാർ സ്ഥാപിച്ച താജ്മഹൽ ഒരു കാലവശാലും പൊളിഞ്ഞു വീഴില്ലെന്നും പറയുമ്പോ ആ വാസ്തുശില്പയിൽ മുഗൾ ചക്രവർത്തിമാർക്കുണ്ടാകുന്ന കഴിവിനെ സമ്മതിക്കേണ്ടതല്ലേ? ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി ഇന്നും ലോകത്തുള്ള ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ സപ്താത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ താജ്മഹൽ പറയുന്നു, കുത്തുബ് പറയുന്നു, ചെങ്കോട്ട പറയുന്നു. ഇതൊക്കെ സ്ഥാപിച്ചത് മുസ്ലിം ഭരണാധികാരികളല്ലേ? വിശ്വസിക്കാൻ സാധിക്കുമോ? മര്യാദയ്ക്ക് പിരിയാത്തുന്നാൻ ഇന്ത്യക്കാരെ പഠിപ്പിച്ചത് മുഗൾ ചക്രവർത്തിമാരാണ്. സുഭിക്ഷമായിരിക്കുന്നത് ഭക്ഷണം കഴിക്കണം എന്ന ഭക്ഷണത്തിനെ വൈശ്വികതയിൽപ്പെട്ടവന്നത് മുസ്ലിമീങ്ങളാണ്. ഭാഷാപരമായി നമ്മൾ കോടതികൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഭാഷ, വക്കാലത്തും വക്കീലും തുടങ്ങി ഒട്ടേറെ കോടതി വ്യവഹാരങ്ങളുടെ പല പദപ്രയോഗങ്ങളും ഭരണഘടനയുടെ പല ആപ്തവാക്യങ്ങളും അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ അത് ദേശീയപരമായും അന്തർദേശീയപരമായും മുസ്ലിമുകളുടെ ഇടപെടലുകളും മുസ്ലിമുകളുടെ സംഭാവനകളുമാണെങ്കിൽ ഇന്നും ഇന്ത്യയുടെ സൽവാറും കമ്മീസും പൈജാമയും ചുപ്പയും ദേശീയ വസ്ത്രമായി അംഗീകരിക്കുന്നുവെങ്കിൽ മുഗൾ ചക്രവർത്തിമാരുടെ സംഭാവനയല്ലേ അതൊക്കെ? അവിടെ മതമുണ്ടോ? അവിടെ വർഗീയതയുണ്ടോ? ഏതെങ്കിലും മതവിശ്വാസികൾക്ക് മാത്രമായി പറഞ്ഞിട്ടുണ്ടോ? അഭിമാനത്തോടെ ഇന്ത്യയിൽ ഇന്നും എഴുന്നേറ്റു നിൽക്കാവുന്ന ദേശീയവും അന്തർദേശീയവുമായ സംഭാവനകൾ സമർപ്പിച്ച മുസ്ലിമീങ്ങൾ ഇന്ത്യ വിട്ടുപോകണമെന്ന് പറയുന്നത് ഏത് ന്യായപ്രകാരമാണ്? ഇന്ത്യ വിട്ടു പോകണമെന്ന് പറയുന്നവരുടെ ന്യായം എന്താണ്? ഇന്ത്യയുടെ അഭിമാനപരമായി ഇവിടുത്തെ ജനങ്ങളൊക്കെ ഉണ്ട്. അതൊരുത്തന്റെയും തറവാട് സ്വത്തല്ല. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കുത്തകയല്ല ഇന്ത്യ. ഇസ്ലാം മുസ്ലിം സമുദായത്തിന്റെ അവസാനത്തെ കണ്ണിയും ഭാരതീയനായി നിലകൊള്ളുന്ന കാലത്തോളം തന്നെ ഇന്ത്യക്കാരെ ഞങ്ങൾ നിലകൊള്ളുക തന്നെ ചെയ്യുമെന്ന് സഹപരിവാർ മനസ്സിലാക്കണമെന്ന് ഈ മനുഷ്യരുടെ പറയും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമോഫി പ്രചരിപ്പിക്കുന്നത്? ഒരു ഭാഗത്ത് നടക്കുന്നത് വർഗീയത, മറുഭാഗത്ത് നടക്കുന്നത് സവർണ ബ്രാഹ്മണ്യ മേധാവിത്വത്തിന്റെ കടന്നേറ്റം. ഞങ്ങൾ ചോദിക്കേണ്ട, ബ്രാഹ്മണ്യത്തെ താലോലിക്കേണ്ട കാര്യം എന്താണ്? ഹിന്ദു സമുദായം ബ്രാഹ്മണ്യത്തിന് അനുകൂലമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഹൈന്ദവ വിശ്വാസത്തോടല്ല പ്രതികരിക്കുന്നത്. ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെയും ഹിന്ദുവിന്റെ മൂല്യങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. കേരളത്തിന്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരങ്ങളിൽ കഴിഞ്ഞ 500 വർഷം മുമ്പേറ്റത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു വെച്ച ചരിത്രമാണ് സാമൂതിരി മഹാരാജാവിന്റെ പടത്തലവൻ കുഞ്ഞാലി മരക്കാരാണ്. കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ, കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ, കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ, കുഞ്ഞാലി മരക്കാർ നാലാമൻ. കുഞ്ഞാലി 1 മരിച്ചു, കുഞ്ഞാലി 2 മരിച്ചു, കുഞ്ഞാലി 3 മരിച്ചു, കുഞ്ഞാലി 4 മരിച്ചു. അപ്പോഴും സാമൂതിരി ജീവിച്ചിരിപ്പാണ്. ഞങ്ങൾ കുഞ്ഞാലിമാർ മരിച്ചാലും ഹിന്ദുവായ പ്രിയപ്പെട്ട സാമൂതിരിമാർ മരിച്ചു വീഴരുത് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് പറങ്കിപ്പട്ടാളത്തോട്ട് പടവെട്ടി മരിച്ച മുസ്ലിമുകളാണ് ഈ ഹിന്ദു ചക്രവർത്തിമാരുടെ ദേശീയ നേതാക്കന്മാരുടെ ആത്മാഭിമാനവും ഭരണവും സംരക്ഷിച്ചത്.
ചാലിയങ്കോട്ട ബ്രിട്ടീഷുകാരുടെ പോർച്ചുഗീസുകാരുടെ ചാലിയങ്കോട്ട പൊളിച്ചു. ഒരിക്കലും പൊളിക്കാൻ മടി കാണിച്ച സ്ഥലത്ത് അത് പൊളിക്കാൻ ചങ്ങുറപ്പ് കാണിച്ചത് കുഞ്ഞാലിമരക്കാരാണ്. നിങ്ങളറിയുമോ മലയാള ഭാഷയുടെ കുലപതി ആരാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ പുസ്തകമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ദൈവവാക്യമായി വേദവാക്യമായി കാണുന്ന എഴുത്തച്ഛന്റെ രാമായണം, ആധ്യാത്മിക രാമായണം. ആ രാമായണം എഴുതാൻ വേണ്ടി എഴുത്തച്ഛൻ ഒരുപാട് സ്ഥലത്ത് പോയി, മലബാറിന്റെ പല ഭാഗത്തും പോയി. എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അവസാനം എഴുത്തച്ഛൻ തിരൂരിൽ നേരെ ചെന്നുകൊണ്ട് ഇരുന്ന് തന്റെ എഴുത്താണി വെച്ചുകൊണ്ട് രാമായണം എഴുതി തുടങ്ങുകയും ആ ഇരുപ്പിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം രാമായണം എഴുതി തീർക്കുകയും ചെയ്തു. മലയാളത്തിന്റെ ആദ്യത്തെ മലയാള ഭാഷയിലെ ഗ്രന്ഥം, ആർഷഭാര സംസ്കാരത്തിന്റെ രാമായണത്തിന്റെ മലയാള കോപ്പി, ആദ്യത്തെ മലയാള രാമായണം എഴുതിയത് എഴുത്തച്ഛനാണെങ്കിൽ എഴുത്തച്ഛൻ രാമായണം എഴുതാൻ സാധ്യമായതിനെ സംബന്ധിച്ചുകൊണ്ട് പ്രഗത്ഭനായ ഡോക്ടർ കെ.കെ. കുറുപ്പും ഡോക്ടർ എം.ജി.എസ്. നാരായണനും കേരളത്തിന്റെ ചരിത്രം എഴുതി വെച്ച സമയത്ത് പറയുന്നു, കുഞ്ഞാലിമരക്കാർ സാമൂതിരിക്ക് വേണ്ടി പോർച്ചുഗീസുകാരുടെ പടവെട്ടാൻ വേണ്ടി ആയുധം എന്തിയിട്ടുണ്ടെന്നും തന്റെ പടവാൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ മാത്രമാണ് എഴുത്തച്ഛൻ രാമായണം എഴുതാൻ ധൈര്യം കിട്ടിയത്. ഇത് ഞങ്ങൾ എഴുതി വെച്ച ചരിത്രമല്ല. എഴുത്തച്ഛന് രാമായണം എഴുതാനുള്ള ധൈര്യം കിട്ടിയത് പറങ്കിപ്പെട്ടാളത്തോട്ട് പടവെട്ടാൻ വേണ്ടി കുഞ്ഞാലി പടവാളെടുത്തു എന്ന് കേട്ടപ്പോൾ മാത്രമാണ്. അതിന്റെ അർത്ഥം കുഞ്ഞാലി പടവാളെടുത്തതോടുകൂടി എഴുത്തച്ഛന് ധൈര്യമായി കുഞ്ഞാലി പോർക്കളത്തിലുണ്ടല്ലോ. ആ കുഞ്ഞാലി പോരടിച്ചു വരച്ചത് സാമൂതിരി എന്ന ഹിന്ദുവിന്റെ വണ്ടിയാണ്. സാമൂതിരിയും ബഹുമാനപ്പെട്ട കുഞ്ഞാലിമരക്കാരും ഏകോദര സഹോദരങ്ങളായി പ്രവർത്തിച്ചു. നിങ്ങൾ അറിയുമോ, സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും വലിയ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും വലിയ വിരോധിയായ മമ്പറം സയ്യിദ് അലവി തങ്ങൾ പള്ളിന്റെ മെഹ്റാബിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് സാമ്രാജ്യത്തിനോട് സമരം നടത്തേണ്ടത് ജിഹാദിന്റെ ഭാഗമാണ്, ബ്രിട്ടീഷുകാർക്ക് സമരം നടത്തേണ്ടത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ മമ്പറം സയ്യിദ് അലവി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കളിത്തോടൻ കോണ്ടൂർ നായരുടെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഡേറ്റിന്റെ ദിവസം കുറിച്ചു കൊടുക്കുന്നത് മഹാനായ മമ്പറം സയ്യിദ് അലവി തങ്ങളാണ്. മമ്പറം തങ്ങൾ എഴുതി കൊടുക്കുന്ന ഡേറ്റിന്റെ മാത്രമാണ് കോണ്ടൂർ നായർ തന്റെ ക്ഷേത്രോത്സവം നടത്തിയത്. അതാണ് ഹിന്ദു മുസ്ലിം മതമൈത്രി. മങ്ങാട്ടച്ഛനെ കുഞ്ഞാലി മുസ്ലിയാരും ചേരുമ്പോഴാണ് മനസ്സൗഹാർദ്ദം ഉണ്ടായത്. പഴശ്ശി രാജാവിന്റെ കൂടെ പടവരുത്താൻ മുന്നോട്ട് വന്നത് മഹാനായിരിക്കുന്ന ഉണ്ണിമൂസ എന്ന ആയുധധാരിയാണ്. മഹാനായ ടിപ്പു സുൽത്താന്റെ കൂടെ ഉണ്ടായിരുന്നത് പൂർണ്ണയ്യ എന്ന് പറയുന്ന ഹിന്ദുവാണ്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിലും ഒരു മുസ്ലിമിന്റെ പേര് പറഞ്ഞാൽ കൂടെ ഒരു ഹിന്ദു ഉണ്ടാവും, ഒരു ഹിന്ദുവിന്റെ പേര് പറഞ്ഞാൽ കൂടെ ഒരു മുസ്ലിം ഉണ്ടാവും. ആ ഹിന്ദുവും മുസ്ലിമും ചേർന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം വാങ്ങി തന്നത്. ഇന്ന് നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിതാക്കൾ രാജ്യത്തിന്റെ പൂർവികരായ ഹിന്ദുക്കളും മുസ്ലിമുകളുമാണ്. ആ ഹിന്ദുക്കളെ മുസ്ലിമുകളും വിഭജിച്ചുകൊണ്ടാണ് ഇന്ന് ഗവൺമെന്റ് അധികാരം വാഴാൻ ശ്രമിക്കുന്നത്. അവരുടെ ലക്ഷ്യം ബ്രാഹ്മണ മേധാവിത്വമാണ്. ഹിന്ദു മുസ്ലിം സഹകരണത്തെയും ദളിത് പീഡിത പിന്നാക്ക സമൂഹത്തിന്റെ ഐക്യത്തെയും ഏറ്റവും കൂടുതൽ വെറുപ്പോടെ കാണുന്നത് ഈ രാജ്യം ഭരിക്കേണ്ട ഗവൺമെന്റ്. അത് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് സംവരണം അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഉണ്ടാക്കണമെന്ന നിയമം കൊണ്ടുവന്നപ്പോ നമ്മുടെ കേരള ഗവൺമെന്റ് നടപടി നടപ്പാക്കാൻ വേണ്ടി ധൃതി കൂട്ടി. ഞങ്ങൾ ചോദിക്കട്ടെ, സംവരണം തട്ടിമറിച്ചുകൊണ്ടെന്തിനാ മുന്നോക്ക സമുദായത്തിന് സംവരണം കൊടുക്കേണ്ട കാര്യം? എന്തുകൊണ്ടാണ് സംവരണം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ സാധിച്ചത്? ഐത്തം പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു വഴി, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉച്ചനീചത്വം വഴി മാറ്റി നിർത്തപ്പെട്ടപ്പോ ഉടുമുണ്ടെടുക്കാൻ ഈഴവർക്ക് സ്വാതന്ത്ര്യമില്ലാത്ത സമയത്ത് അവർക്ക് മാറിമറക്കാനുള്ള അവകാശം കൊടുക്കുകയും ഉടുമുണ്ട് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തത് രാജ്യത്തിന്റെ പൂർവികരായ നേതാക്കന്മാരാണ്. മഹാന ടിപ്പു സുൽത്താന്റെ നാട് ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂരിലെ ചേലക്കര എന്ന് പറയുന്ന പ്രദേശം, അന്ന് ചേലക്കര എന്ന് പേര് വരാനുള്ള കാരണം ടിപ്പു ഈഴവ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറിമറക്കാൻ അവകാശം കൊടുത്തത് കൊണ്ടാണ്. ആ മാറിമറക്കാനുള്ള അവകാശം അവർക്ക് ഇല്ലായിരുന്നു, പക്ഷെ അവർക്ക് കൊടുത്തത് കൊണ്ട് ചേലക്കര എന്ന പ്രദേശത്തിന് ആ പേര് വന്നു. നിങ്ങൾ അറിയുമോ, ആലപ്പുഴ ജില്ലയിൽ തൃത്താല എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ആലപ്പുഴയിൽ കൊണ്ട് കുറച്ചിങ്ങോട്ട് തെക്കോട്ട് വീണ്ടും വന്നാൽ തൃത്താല കഴിഞ്ഞ്
മുലച്ചിപ്പറമ്പ് എന്ന പ്രദേശം. ആ പ്രദേശത്താണ് നങ്ങലി എന്ന് പറയുന്ന ഈഴവ സ്ത്രീ മാറി മറച്ചു എന്നതിന്റെ പേരിൽ മുലക്കരം അടിച്ചേൽപ്പിച്ച റാണി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ സവർണ്ണ മേധാവിത്വ ഗവൺമെന്റ് മാറി മറിച്ചു എന്നതാണ് ആ പ്രിയപ്പെട്ട ഈഴവ പെൺകുട്ടി ചെയ്ത തെറ്റ്. അതിന് പ്രതിഷേധമായി കൊണ്ടാണ് തന്റെ 2 മാറും മുറിച്ച് ചെയർമിന്റെ കാഴ്ചവെച്ചുകൊണ്ട് പറഞ്ഞത് നിന്റെ തമ്പുരാട്ടി കൊണ്ടുപോയി തിന്നട്ടെ. അങ്ങനെ അവർ രക്തം വാർന്നൊഴുകിക്കൊണ്ട് മരിച്ചു. ആ നങ്ങേലി മരിച്ചു കിടക്കുന്ന ആ പ്രദേശത്തിന്റെ പേരാണ് മുലച്ചിപ്പറമ്പ്. ഞാൻ പറയാനുള്ള കാരണം ഐക്യത്തിന്റെയും ഉച്ചാരണത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും നാളുകൾ കഴിഞ്ഞു വന്ന സവർണ്ണ മേധാവിത്വം നമ്മുടെ രാജ്യത്ത് നിറഞ്ഞാടിയപ്പോ ആ പീഡിത പിന്നോക്ക വിഭാഗത്തിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി ദലിതുകാർക്കും ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കും ഒരുപാട് പിന്നാക്ക വിഭാഗത്തിനും അവകാശത്തിന് വേണ്ടി രാജ്യത്തെ ഗവൺമെന്റ് നിർമ്മിച്ച സമയത്ത് അന്ന് ദേശീയ നേതാക്കന്മാർ ഭരണഘടന എഴുതി വെച്ചപ്പോഴാണ് സംവരണം അവർക്ക് പ്രഖ്യാപിച്ചത്. ആ സംവരണം 50% മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. 50% എന്നോ ഫില്ലായി കഴിഞ്ഞെങ്കിൽ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട പിന്നോക്കക്കാരാകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി 10% അനധികൃതമായി അവർക്ക് പകർപ്പിച്ചു നൽകി. മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് ഞങ്ങൾ ഇവരല്ല. ബഹുമാനപ്പെട്ട സമസ്ത ജമീയത്തിന്റെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിബ്രി മുട്ടക്കൊറ്റകള പറഞ്ഞു, മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന്റെ പുതിയ പാക്കേജുകൾ കൊണ്ടുവരട്ടെ, ഞങ്ങളതിനെ പിന്തുണക്കും. പക്ഷെ സംവരണം എന്നത് സാമുദായികമായിരിക്കണം. സാമുദായികപരമായ കാരണത്താലാണ് അവർ പിറകോട്ട് പോയത്. അവർ അടിച്ചമർത്തപ്പെട്ടത്, അവർക്ക് ഉയരാൻ പറ്റാതെ വന്നത്. അതുകൊണ്ട് അധികാരത്തിന്റെയും തൊഴിലുകളുടെയും പങ്കാളിത്തത്തിന് വേണ്ടി അവരെ കൈപിടിച്ചു വെക്കുന്നതിന്റെ ഭാഗമാണ് സംവരണം. സംവരണം എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനല്ല. സംവരണം എന്ന് പറയുന്നത് സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കത്തിൽപ്പെട്ടവരാണല്ല, മറിച്ച് അനീതി ഇല്ലായ്മ ചെയ്ത് നീതിക്ക് വേണ്ടി രാജ്യത്തിന്റെ ഭരണ പ്രക്രിയയുടെ പങ്കാളിത്തത്തിന്റെ പേരാണ് സംവരണം. ആ സംവരണം അട്ടിമറിച്ചുകൊണ്ടാണ് പുതിയ 10% പിന്നോക്ക ജാതിയിലെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് ഗവൺമെന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ ആണെങ്കിൽ കൂടി ഞങ്ങളൊരു ചോദ്യം ഇതാ, സംവരണം പ്രഖ്യാപിച്ചത് 10%-ത്തിലാണെങ്കിൽ അവശേഷിക്കപ്പെട്ട 50 കൊണ്ടല്ലേ കൊടുക്കേണ്ടത്? 50% സംവരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് 50% മാത്രമാണ്. ആ അവശേഷിക്കുന്ന 50%-ത്തിൽ നിന്നുകൊണ്ട് 10% മാത്രം കൊടുക്കുന്നതിന് പകരം 10% എന്ന മാനദണ്ഡം വെച്ചപ്പോ ആകെയുള്ള 100-ൽ നിന്നുകൊണ്ട് എടുത്തു കൊടുക്കുക വഴി മെറിറ്റ് കോട്ടയിലേക്ക് അവകാശപ്പെട്ട 5% കൂടി സംവരണ മേധാവിത്വം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നതല്ലേ അതിന്റെ ഏറ്റവും വലിയ അപകടം? ഞങ്ങൾ പറയുന്നത് 5% അട്ടിമറിച്ചിരിക്കുന്നു. തുടർന്ന് കൊടുക്കപ്പെട്ട സകല മേഖലകളിലും, ഹയർ സെക്കൻഡറി മേഖലകളിലും മെഡിക്കൽ മേഖലകളിലും ഈ ഗവൺമെന്റുകൾ കൊടുത്തപ്പോ സവർണ്ണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുത്തു. പക്ഷെ 12% എന്ന മുസ്ലിമീങ്ങൾക്കും 12-10% കിട്ടേണ്ട ഈഴവ ജാതിക്കാർക്കും പുലയ ജാതിക്കാർക്കും ചെറുമർക്കും രാജ്യത്തിന്റെ അടിസ്ഥാന വർഗങ്ങളാകുന്ന പിന്നോക്കം നിൽക്കുന്ന മതവിഭാഗങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും ജാതി വിഭാഗങ്ങൾക്കും അവർക്ക് അവകാശപ്പെട്ട തൊഴിലുകൾ ഇന്ന് ബാക്കിലോക്കായി കിടക്കുന്നു. ആ ബാക്കിലോട്ട് നികത്തുന്നതിന് പകരം സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് പകരം അവിടെയൊന്നും ഫില്ല് ചെയ്യാതെ അവിടെയൊക്കെ ഒഴിവായി കിടക്കുക മാത്രമല്ല, അവിടെയൊക്കെ സവർണ്ണരെ കുടിയിരുപ്പെട്ടു. ന്യൂനപക്ഷങ്ങൾക്കും ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്കും പിന്നോക്കക്കാരായ 80% വരുന്ന ജനങ്ങൾക്കും അവകാശപ്പെട്ട കസേരകളിൽ സവർണ്ണ മേധാവികളെ കൊണ്ടുപോയി കുടിയിരുത്തിട്ട് രണ്ടാമത് വീണ്ടും അവർക്ക് തന്നെ 10% സംവരണം സാമ്പത്തിക മാനദണ്ഡം വെച്ചുകൊണ്ട് പതിച്ചു കൊടുക്കുന്നത് രാജ്യം മുഴുവനും സവർണ്ണക്ക് തീർത്തി കൊടുക്കുകയല്ലേ? അത് ബ്രാഹ്മണ്യത്തിന്റെ സംരക്ഷിക്കലാണ്, അത് സവർണ്ണ മേധാവിത്വത്തെ സംവരിക്കലാണ്. ഞങ്ങൾ കൃത്യമായി തന്നെ പറയുന്നു, ഇത് SK നടത്തുന്ന മനുഷ്യജാലിക കഴിഞ്ഞ ഡിസംബർ 6-ാം തീയതി മുതൽ ഞങ്ങൾ ആരംഭിച്ച അവകാശ സമരത്തിന്റെയും അവകാശ പോരാട്ടത്തിന്റെയും തുടർച്ചയായി ഈ മനുഷ്യജാലികയുടെ 50ഓളം കേന്ദ്രങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗത്തും വിദേശ രാജ്യത്തും ആൻഡമാൻ ദ്വീപടക്കമുള്ള ലക്ഷദ്വീപിന്റെ പല പ്രാന്തപ്രദേശങ്ങളിലും UAE-യിലും അതേപോലെ തന്നെ സൗദി അറേബ്യയിലും ബഹ്റൈനിലും കുവൈറ്റിലും ഖത്തറിലും
സായാഹ്നം രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിൽ ഞങ്ങൾ കട്ടായമായി തന്നെ പറയുന്നു, സംവരണം എന്നത് പിന്നോക്ക വിഭാഗത്തിന്റെ അവകാശമാണെങ്കിൽ ആ അവകാശത്തെ ഹനിച്ചുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് ആയാലും കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ആയാലും ഇന്ത്യയിലെ മുഖ്യധാര സംഘടനകൾ ആരായിരുന്നാലും ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് കിട്ടുന്നത് വരെ സമരത്തിന്റെ പോർക്കളത്തിൽ രാജ്യത്തിന്റെ പിന്നോക്ക വിഭാഗത്തോട് ചേർന്നുകൊണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങളും കേരള മുസ്ലിമുകളും ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സമസ്തകളുടെ ജമീയത്തുൽ ഉലമ ഈ അവകാശത്തിന് വേണ്ടിയുള്ള പ്രതിഷേധത്തിലാണ് 10 ലക്ഷം ഒപ്പ് ശേഖരിച്ചുകൊണ്ടാണ് മിനിയാന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ചത്. പ്രിയപ്പെട്ട പിണറായി വിജയന്റെ മുമ്പിൽ ഒരുപാട് സമയം സംസാരിക്കാൻ സമയം തന്നപ്പോ എല്ലാ സംസാരത്തിനിടയിലും അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, ഈ സാമുദായിക സമ്പന്ന തട്ടിമറിച്ച് എന്തിനാണ് സാമ്പത്തിക സമ്പന്ന കൊണ്ടുവരുന്നത്? ഈ ചോദ്യത്തിന് കേരള മുഖ്യമന്ത്രി ഇന്ന് പോലും മറുപടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അട്ടിമറിച്ചു മറ്റൊരു ജനവിഭാഗത്തിന് സമ്പന്ന കൊടുക്കേണ്ട കാര്യം? അതുകൊണ്ട് എല്ലാ മേഖലകളും ഈ സെക്രട്ടേറിയറ്റിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ പലതും അവരവരുടെ യുദ്ധക്കവസത്തെ കൊണ്ട് തൊഴിൽ നിയന്ത്രിക്കുമ്പോ രാജ്യ ഗവൺമെന്റ് ഒരു ഭാഗത്ത് ഭരിക്കുമ്പോഴും ഉദ്യോഗസ്ഥന്മാർ അവരവർക്ക് തോന്നിയ താന്തോലിച്ച ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ ഉദ്യോഗ കേന്ദ്രങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു, ആ ഉദ്യോഗ കേന്ദ്രങ്ങളിൽ തെലുങ്കുകാരെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു, ആ ഉദ്യോഗ മേഖലകളിൽ ഈഴവരെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു, പുലയരെയും ചെറുമരെയും അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാടിന്റെ മക്കളാണ് ഞങ്ങളെങ്കിൽ, രാജ്യത്ത് ജനിച്ചവരാണ് ഞങ്ങളെങ്കിൽ, ഈ നാടുമായി പ്രത്യേക ബന്ധം ഞങ്ങൾക്കുണ്ടെങ്കിൽ, ബഹുസ്വരതയുടെ മക്കളാണ് ഞങ്ങളെങ്കിൽ, നാനാത്വത്തിൽ ഏകത്വം അംഗീകരിക്കുന്നവരാണ് ഞങ്ങളെങ്കിൽ, രാജ്യത്തിന് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ജീവൻ കൊടുത്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നവരാണ് ഞങ്ങൾ പൂർവികരെങ്കിൽ കട്ടായമായി പറയുന്നു, അവകാശപ്പെട്ട സംവരണം നിലനിർത്താനും അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങാനും ഏതറ്റം വരെ സമര പോർക്കളത്തിൽ പോകേണ്ടി വന്നാലും സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മക്കളും ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് ഈ മനുഷ്യജാതികൾ ഈ നിബന്ധനകൾ നകൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.